പ്രിയപ്പെട്ടവരെ, നമ്മിൽ ഭൂരിഭാഗം ആളുകളും പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് കഫസംബന്ധമായ പ്രയാസങ്ങൾ. അത് മുതിർന്നവരും കുട്ടികളൊക്കെ ഒരേപോലെ കഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും ദിവസങ്ങളോളം നമ്മുടെ പണിക്കൊന്നും പോകാൻ പറ്റാതെ, കുട്ടികൾക്ക് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റാതെ ദിവസങ്ങളോളം പ്രയാസപ്പെടുന്നൊരവസ്ഥയിൽ അത് തുടരാറുണ്ട്. ഈ ഒരു വിഷയം പ്രിയപ്പെട്ടവരെ, അത് പലപ്പോഴും തുമ്മലാകും, ചുമയാകും, ജലദോഷമാകും, അതേപോലെ തന്നെ മറ്റു കഫക്കെട്ടുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, ഇതൊക്കെ നമ്മളെ ബാധിക്കാറുണ്ട്. ഇങ്ങനെ ബാധിക്കുമ്പോൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ അതിൻ്റെ കാരണം പലതാകാം. ഇപ്പോൾ ബാക്ടീരിയ കാരണമാകാം, വൈറസ് കാരണമാകാം, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അത് നമ്മൾ ശ്വസിച്ച് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചതിൻ്റെ കാരണമാകാം. പലതരത്തിലും കഫജന്യമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മെ അലട്ടാറുണ്ട്. പലർക്കും അലർജി സംബന്ധമായി, അതായത് ആസ്തമ പോലെയുള്ള ശ്വാസം മുട്ടിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്ന വലിയ പ്രയാസങ്ങളിൽ ഒട്ടനവധി ആളുകൾ പ്രയാസപ്പെടാറുണ്ട്. ഈ പ്രയാസങ്ങൾ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് വരുമ്പോൾ നമ്മൾ അതിന് പല ട്രീറ്റ്മെൻറ്റും സാധാരണ നേരിടാറുണ്ട്, അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഈ ഉപയോഗിക്കുന്ന പല ചികിത്സാ രീതികളും പലപ്പോഴും നമുക്ക് കൃത്യമായി പ്രോപ്പറായി അസുഖം മാറിയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതിലേക്ക് വരാതെ, അത് തൽക്കാലം ഒരു ആശ്വാസമായി, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് കുഴപ്പമുണ്ടായില്ല, അടുത്ത മാസം വീണ്ടും വരുന്ന അവസ്ഥയിൽ അങ്ങനെ പ്രയാസപ്പെടുന്നു. ഇവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ, അത് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു അത്ഭുത ആയത്തുണ്ട്. ആ ആയത്ത് നമ്മുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഖബറിൻ്റെയും എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. അതേപോലെ തന്നെ നമ്മുടെ കഫസംബന്ധമായ പ്രയാസങ്ങൾക്ക് വമ്പൻ പരിഹാരം നൽകുന്ന ആയത്താണ്. ഈ ആയത്തും കല്ലുപ്പ്, നമ്മൾ സാധാരണ കല്ലുപ്പുണ്ടല്ലോ, രണ്ടും കൂടെ ചേരുന്നൊരു കോമ്പിനേഷനുണ്ട്. അത് അത്ഭുതകരമായ രോഗശമനം, പ്രത്യേകിച്ച് കഫസംബന്ധമായ പ്രയാസങ്ങൾ മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു റെമഡിയാണ്, അല്ലെങ്കിൽ ഒരു ചികിത്സയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൻ്റെ ആമുഖമായി ചില വിഷയങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് കഫസംബന്ധമായ പ്രയാസം ആധിക്യം വന്നിട്ടുള്ളത്, ആ കാരണം ഏകദേശം, പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ് മാറുന്ന സമയത്ത്, ഇപ്പോൾ ഏകദേശം ഭൂരിഭാഗം ആളുകൾക്കും ചുമയാണ്, അതേപോലെ തന്നെ ജലദോഷമാണ്, പല പ്രയാസങ്ങളുമാണ്. ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ക്ലൈമറ്റ് മാറുമ്പോൾ പലപ്പോഴും നമുക്ക് പെട്ടെന്ന് അസുഖത്തിലേക്ക് ചേരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് നിർബന്ധമായും പവർ ആർജിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി പവർ. അത് നമ്മുടെ ശരീരം തന്നെ ആ ഒരു പവറിലേക്ക് വരണം. അപ്പോൾ ചില്ലറ അസുഖങ്ങളൊക്കെ നമ്മളെ ബാധിക്കാതിരിക്കും. ബാധിച്ചാൽ തന്നെ വലിയ കഷ്ടപ്പാടുണ്ടാകില്ല, അത് തനിയെ ഒഴിവായി പോകുന്ന, വലിയ മെഡിസിനൊന്നും എടുക്കാതെ തന്നെ ഒഴിവായി പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അതിലേക്ക് നമ്മൾ വളരണം. ഇവിടെ പലപ്പോഴും പ്രിയപ്പെട്ടവർ, നമ്മൾ പറഞ്ഞു, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു, ബാക്ടീരിയ ആകാം, അതേപോലെ തന്നെ വൈറസുകൾ, മറ്റ് പൊടികളൊക്കെ ആകാം. ഇത് നമുക്ക് ഈ കഫസംബന്ധമായ രോഗങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിലായാലും വീട്ടിലായാൽ പോലും, അതിന് നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും, ആ സമയത്തുള്ള നമ്മുടെ ഭക്ഷണത്തിൻ്റെ ചില ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് പലപ്പോഴും ഈ അസുഖം, കഫസംബന്ധമായ അസുഖം കൂടുതൽ ദിവസത്തിലേക്ക് നീണ്ടുപോകുക എന്നല്ലാതെ പെട്ടെന്ന് സുഖപ്പെടുന്ന അവസ്ഥ പലപ്പോഴും ഇല്ല. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ അരി ആഹാരം, അത് യഥാർത്ഥത്തിൽ തവിട് ഉണ്ടെങ്കിൽ, അതിന് ഫൈബർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നല്ല ആഹാരമാണ്, കൃത്യമായ അളവിൽ കഴിച്ചാൽ വലിയ ബറക്കത്തുള്ള ആഹാരമാണ്. പക്ഷേ ഇന്ന് ആധുനിക വിപണിയിൽ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അരി ആഹാരം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഫൈബർ കണ്ടൻറ്റ്, തവിടിൻ്റെ അംശമെല്ലാം നീക്കി വെളുപ്പിച്ചെടുത്ത ഒരു സെറ്റപ്പിലാണുള്ളത്. അത് നമുക്ക് പലപ്പോഴും ആരോഗ്യപരമായ ഗുണങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ് കേവലം നമുക്ക് യാതൊരുവിധ ഫലങ്ങളുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അരി ആഹാരം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എപ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് കഫസംബന്ധമായ രോഗങ്ങൾ, ചുമ, ജലദോഷം, തുമ്മൽ, ആ ശ്വാസം മുട്ടിൻ്റെ പ്രയാസങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അരി ആഹാരം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഭക്ഷണം ലഘൂകരിക്കുന്നൊരവസ്ഥയുണ്ട്. ഭക്ഷണം ഒന്ന് കുറയ്ക്കാം, ഒന്ന് കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു ഓമന പേരിട്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും ബിസ്ക്കറ്റ് കഴിക്കും, ബ്രെഡ് കഴിക്കും, ബന്ന് കഴിക്കും. അങ്ങനെ മൈദ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള, നമ്മളറിയാതെ നമുക്ക് ആരോഗ്യവാനായ ഒരാൾക്ക് തന്നെ മാരകമായ പ്രശ്നങ്ങൾ സമീപകാലത്ത് പെട്ടെന്ന് കാണിച്ചോളണമെന്നില്ല, പതുക്കെ പതുക്കെ കാണിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ
ഒരു 40 വയസ്സാകുന്നതിന് മുമ്പ് ഡയബറ്റിക്കിൻ്റെ അടിമയാക്കുന്ന അല്ലെങ്കിൽ രോഗത്തിനടിമയാക്കുന്ന ആരോഗ്യമില്ലാത്ത ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇത്തരം ഫുഡുകൾ ഏതായാലും വിശദീകരിക്കുന്നില്ല. ഹെൽത്തി ഇല്ലാത്ത അത്തരം ഫുഡുകളൊക്കെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ രോഗം വരുമ്പോൾ കഴിക്കും. പ്രത്യേകിച്ച് കഫസംബന്ധമായ രോഗങ്ങൾ, പനിയൊക്കെ ബാധിക്കുമ്പോൾ നമ്മൾ വൈകിട്ട് ചെറിയൊരു ലഘുഭക്ഷണം എന്നുള്ള നിലക്ക് ബ്രെഡും ബന്നൊക്കെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ കൊടുക്കും നമ്മൾ കുട്ടികൾക്ക്, നമ്മൾ കഴിക്കും. തീർച്ചയായും പ്രിയപ്പെട്ടവരെ 3 ദിവസം കൊണ്ട് മാറേണ്ട ഈ ഒരു അസുഖം യഥാർത്ഥത്തിൽ 5 ദിവസവും 7 ദിവസവും 10 ദിവസമൊക്കെ നീണ്ടുപോകുന്നതിൻ്റെ കാരണം ഈ ഒരു ഫുഡാണ്. അതുകൊണ്ട് നല്ല ഫുഡ്, നല്ല ആഹാരം അത് നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത് തന്നെയല്ല, നമുക്ക് ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ, ആരോഗ്യം വേണമെങ്കിൽ നിർബന്ധമായിട്ടും അത് നമ്മൾ പാലിച്ചേ മതിയാകൂ. അപ്പോൾ കഫസംബന്ധമായ പ്രയാസങ്ങൾ ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും നമ്മൾ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കണം. അതിനെന്താണെന്നറിയോ? ഭക്ഷണം കഴിക്കാൻ നല്ലതല്ല. ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവില്ല. നല്ല ഭക്ഷണം കഴിക്കണം. നല്ലത് ഏതാ ഭക്ഷണം? ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്ന ഏതാ? ടേസ്റ്റുള്ള ഭക്ഷണം എമ്പാടുണ്ട്, ടേസ്റ്റുള്ള വെള്ളങ്ങൾ എമ്പാടുണ്ട്. പക്ഷേ ടേസ്റ്റല്ല ഭക്ഷണത്തിൻ്റെ നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത്, പിന്നെയോ അതിൻ്റെ ഫലങ്ങളിലാണ്. നല്ല ഫലമുള്ള നല്ല ഹെൽത്തിയായ ഫുഡ് അതിന് ടേസ്റ്റ് ഉണ്ട്, നമ്മൾ അതിലേക്ക് പോകാത്തത് കൊണ്ടാണ്. അതിൽ ടേസ്റ്റ് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ കഴിക്കണം, നല്ല ഫുഡ് കഴിക്കണം. പിന്നെ നിർബന്ധമായും രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം പ്രയാസങ്ങൾ വന്നാൽ പ്രത്യേകിച്ച്, അല്ലാത്ത സമയത്തും വിശപ്പില്ലാതെ നമ്മൾ ആഹരിക്കുന്നൊരവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകരുത്. ആ വിഷയത്തിലൊരു കോംപ്രമൈസും വേണ്ട. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെയൊക്കെ അവർക്ക് കഫസംബന്ധമായ പ്രയാസം ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവർക്ക് വിശപ്പ് കുറയും. അത് ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഭാഗമാണ്. വിശപ്പ് കുറയുക, കാരണം കൂടുതൽ ആഹാരം ദഹിപ്പിക്കാനുള്ളൊരു പവറില്ല. ശരീരം നമ്മുടെ നിലവിലുള്ള രോഗത്തെ പുറന്തള്ളുന്നൊരു പവറാണ്. ആ സമയത്ത് പലപ്പോഴും വിശപ്പുണ്ടാവില്ല. പ്രത്യേകിച്ച് പനിയൊക്കെ വരുമ്പോൾ വിശപ്പുണ്ടാവില്ല, വായിന് ചൊവയുണ്ടാവില്ല, കുട്ടികൾ വേണ്ടെന്ന് പറയും. അപ്പം നിർബന്ധിപ്പിച്ച് പേടിപ്പിച്ച് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുക. മുതിർന്ന നമ്മൾ തന്നെ പരസ്പരം പറയുക, എണീറ്റടക്കണ്ടേ, കാറ്റ് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം സമയങ്ങളിൽ വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്ന അവസ്ഥ രോഗി അല്ലെങ്കിൽ പോലും അപകടകരമാണ്. രോഗിയാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. രോഗം മാറില്ല എന്ന് മാത്രമല്ല, ഉള്ള ആരോഗ്യം നശിച്ചു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും വിശപ്പില്ലാതെ നമ്മൾ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കുന്ന അവസ്ഥ. നമുക്ക് ദാഹമാണ് ഇപ്പോൾ ഉള്ളത്, എന്നാൽ നമ്മൾ വെള്ളം കുടിക്കണം, ശുദ്ധമായ വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് കരിക്കിൻ വെള്ളം ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ്. നമ്മൾ വിചാരിച്ച് ചുമയും കഫക്കെട്ടൊക്കെ വരുമ്പോൾ കരിക്കിൻ വെള്ളം പാടില്ല എന്ന്. ശരീരത്തിന് ആ ഒരു കരിക്കിൻ വെള്ളം, ആ ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് പ്രത്യേക ഒരു ക്ലാസ്സിൽ പറയാനുണ്ട്. അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു കൈകളും കടക്കാത്ത ഏറ്റവും അമൂല്യമാണ് കരിക്കിൻ വെള്ളം. അത് ഒരു മരുന്നുമാണ്, ഭക്ഷണവുമാണ്. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അത് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചുമ്മാ വാരിയലിച്ച് കുടിക്കുകയല്ല, അത് വായിൽ ഹോൾഡ് ചെയ്തിട്ട് കരിക്കിൻ വെള്ളം നമ്മൾ സ്ട്രോയൊക്കെ മാറ്റിയിട്ട് ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് തന്നെ നമ്മൾ കുടിക്കുന്ന സമയത്ത് വായിൽ ആ വെള്ളമാക്കിയിട്ടൊന്ന് ഹോൾഡ് ചെയ്യണം. ബിസ്മില്ലിൽ കുടിക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യുക. വായിൽ വെച്ചൊരു ചൂടാകലുണ്ട്, ഒരല്പം ഹോൾഡ് ചെയ്യുക, പതുക്കെ നുണഞ്ഞിറക്കുക. ഏറ്റവും ഹെൽത്തിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വിശപ്പും അതേപോലെ തന്നെ ദാഹവും എല്ലാം ശമിച്ച് പെട്ടെന്ന് രോഗം മാറുന്ന അവസ്ഥയുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ, വിശക്കാതെ ആഹാരം കഴിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് കഫസംബന്ധമായ രോഗമുള്ളപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. അപ്പോൾ ആഹാരം ഒന്ന് ലഘൂകരിക്കണം. മൂന്നാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് കഫസംബന്ധമായി രോഗം ഉണ്ടാകട്ടെ, നമുക്ക് രോഗമില്ലാത്ത അവസ്ഥയായിക്കോട്ടെ, നിർബന്ധമായും 7 മണി, വൈകിട്ട് 7 മണി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആഹാരം, അതായത് നമ്മുടെ ഡിന്നർ കഴിക്കുന്നൊരവസ്ഥ നിർബന്ധമായിട്ടുണ്ടാകണം. വൈകിട്ട് ഇശാഭക്ഷണം, അത് അശാഭക്ഷണം എന്ന് പറയുന്ന, അതായത് ഇശായിന് മുമ്പ് അശാഭക്ഷണം കഴിക്കുന്ന, വൈകിട്ട് ആഹാരം ഇശാബാങ്ക് അല്ലെങ്കിൽ ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ആ ഒരു ശൈലി, അതൊക്കെ സുന്നത്തിൻ്റെ ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ശൈലിയാണ്. അത് പാലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ കഫക്കെട്ടിൻ്റെ രോഗം മുന്നോട്ട് പോകില്ല, പെട്ടെന്ന് മാറും. ഇനി രോഗം വരാതിരിക്കുന്ന അവസ്ഥ അതങ്ങനെ തുടരണം. നമ്മൾ പാതിര ഫുഡിലേക്കും നേരെ വൈകിട്ടുള്ള ആഹാരത്തിലേക്കും നമ്മളും നമ്മുടെ മക്കളും ശൈലി മാറ്റിയപ്പോൾ, സുന്നത്തിൻ്റെ ശൈലി മാറ്റിയപ്പോൾ അപകടകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോലും അധികരിച്ചുകൊണ്ടിരിക്കുന്ന സകല രോഗങ്ങളും ഉന്മൂലനം ചെയ്യാനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് 1000 നാവോടെ പറയാൻ പറ്റും. നമ്മൾ അത്താഴ ഭക്ഷണം നേരത്തെ ആക്കണം. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നിർബന്ധമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി അങ്ങനെയാണ്. അത് തന്നെ ലഘുവായ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ.
ഹെവി ഫുഡ് ഓവറായിട്ട് കഴിക്കുന്നൊരവസ്ഥ, വയറിന് അസ്വസ്ഥത, ഭക്ഷണം കഴിച്ചിട്ട് വയറിന് അസ്വസ്ഥത, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു കുഴപ്പമില്ല, ആ ഒരു മെത്തേഡാണ് ഏറ്റവും നല്ല മെത്തേഡ്. കഴിച്ചിട്ട് അസ്വസ്ഥത, അത് അളവ് വിട്ടുപോയതിൻ്റെ പേരിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അളവ് കുറയ്ക്കണം. അത് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് ഐറ്റംസുകളാണ്. ഇപ്പോൾ കഫസംബന്ധമായ രോഗങ്ങളിപ്പോൾ പുളിയുള്ള ഫ്രൂട്ട്സ് അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട്, വൈകിട്ടൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് അല്ലാത്ത കേവലം മധുരമുള്ളതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, വൈകിട്ടുള്ള ആഹാരം 7 മണിയുടെ അപ്പുറത്തേക്ക് പോകുന്ന, അത് 9 മണിയും 10 മണിയൊക്കെ ആകുന്നൊരു ശൈലി ഒരിക്കലും ആർക്കും പാടില്ല. പ്രത്യേകിച്ച് ഇത്തരം കഫസംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ പറ്റില്ല. പിന്നെ 4-മത്തെ ഒരു കാര്യം, തേൻ ചേർത്ത്, നല്ല ശുദ്ധമായ തേൻ, അത് ഒറിജിനലാണ് നമുക്ക് ബോധ്യപ്പെടണം. അതിൽ കലർപ്പുണ്ടാകരുത്, അതിൻ്റെ ജലാംശം വറ്റിച്ച് കളയരുത്. ശുദ്ധമായ പ്യൂറായ തേൻ, അത് ഒരല്പം, അതായത് ഇളം ചൂടുവെള്ളം, ചൂടെന്ന് പറഞ്ഞാൽ ചൂട് ഒരുപാട് ഉണ്ടാകാൻ പാടില്ല, ഇളം ചൂട്, നല്ല തിളപ്പിച്ചാറിയിട്ട് ഇളം ചൂട്, ഒരല്പം ചൂട് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് രാവിലെ വെറും വയറ്റിൽ 1 ടീസ്പൂൺ തേൻ ആ വെള്ളത്തിൽ ചേർത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കുടിക്കാവുന്നതാണ്. അതായത് രോഗങ്ങളില്ലാത്ത ജീവിതം ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ശൈലി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാണ്. തേൻ ചേർത്ത വെള്ളം പ്രഭാതത്തിൽ വെറും വയറ്റിൽ കുടിക്കുന്ന അവസ്ഥ, അത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ പ്രിയപ്പെട്ടവർ, ഇത്തരം രോഗങ്ങൾ, ഇപ്പോൾ കഫസംബന്ധമായ ചുമയും ശക്തമായ കഫക്കെട്ടും പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 2 നേരം, കൂടുതലുണ്ടെങ്കിൽ ഒരു 3 നേരം നമുക്ക് എടുക്കാൻ പറ്റുന്ന മരുന്നാണ് തേൻ. ശിഫാഉൽ ലിന്നാസ്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും, മുസ്ലിമീങ്ങൾക്കോ മുഅ്മിനീങ്ങൾക്കോ മാത്രമല്ല, പിന്നെയോ മതം നോക്കാതെ എല്ലാ ജനങ്ങൾക്കും അള്ളാഹു രോഗശമനം, ഇമ്മ്യൂണിറ്റി വച്ചിട്ടുള്ള അത്ഭുത പിന്നെ മെഡിസിനാണ്, അല്ലെങ്കിൽ അമൃതാണ് തേൻ. അത് പിന്നെ ഇഞ്ചിയുമായിട്ട് ഒരല്പം ഇഞ്ചി നീരും ഒരല്പം തേനും സമം മിക്സ് ചെയ്തിട്ട് നമ്മൾ ടീസ്പൂണിലാക്കിയിട്ട് നന്നായിട്ടത് പിന്നെ ഷെയ്ക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബിസ്മി ചൊല്ലി അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ശേഷമാകാം, എപ്പോഴും ആകാം, അത് നമ്മൾ ഒരു 2 നേരമോ അല്ലെങ്കിൽ 3 നേരമോ സേവിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. അതും നല്ലതാണ്. ഇനി 5-മത്തെ ഒരു കാര്യം, നമുക്ക് പലപ്പോഴും ഈ കഫ സംബന്ധമായ പ്രയാസം കൊണ്ട് ശരീരം ഒന്ന് പനിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് നല്ലതാണ് ഒരു 5 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, സവാളയല്ല, വെളുത്തുള്ളിയല്ല, ചെറിയ ചുമന്നുള്ളി, അതൊരു 5 എണ്ണം എടുത്തിട്ട് വളരെ നൈസായിട്ട് നമ്മൾ അത് കട്ട് ചെയ്യാം. നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 5 എണ്ണം, എന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് അത് ഇടുക, നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം, അതായത് തിളപ്പിച്ച് നന്നായിട്ട് ഒരല്പം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് അത് ആയി വരുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ചൂടാറിയിട്ട് നമുക്ക് സേവിക്കാവുന്നതാണ്. അത് 2 നേരമൊക്കെ നമ്മൾ ആ മരുന്നൊക്കെ എടുത്താൽ അത്ഭുതകരമായ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകും. നമ്മൾ മറ്റ് ശരീരത്തിന് അപകടം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ, നമ്മുടെ വയറ്റിൻ്റെയൊക്കെ ഗുണകരമായ നല്ല ബാക്ടീരിയ അടക്കം കൊന്നുകളയുന്ന, ഒരു മനുഷ്യന് അവൻ്റെ അവസാന ഘട്ടത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന വീര്യം കൂടിയ മരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡോക്ടർമാർ എഴുതുന്ന അവസ്ഥയുണ്ട്, പേര് പറയുന്നില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ, അത്തരം അവസ്ഥകളിലേക്കൊക്കെ പോയി അത് ഇടയ്ക്കിടെ അത്തരം മെഡിസിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവസാനം കിഡ്നി ഫെയിലാകുന്ന വലിയ അവസ്ഥയിലേക്കൊന്നും നമ്മൾ പോകാതെ നമുക്ക് നമ്മുടെ ശരീരത്തിനാണ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന തരത്തിൽ തീർച്ചയായിട്ടും ചിട്ടപ്പെടുത്താൻ പറ്റും. അപ്പോൾ രോഗങ്ങളില്ലെങ്കിൽ പോലും ഭക്ഷണ ക്രമീകരണം, വിശക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ പിന്നെ നല്ല ആഹാരം, നല്ല ഫുഡ് അത് നമ്മൾ കഴിക്കണം. സമയം വൈകിക്കൊണ്ട് രാത്രിക്ക് ആഹാരം കഴിക്കുന്ന ശൈലി മാറ്റണം. പിന്നെ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ തേനിൻ്റെ ഉപയോഗം ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ഉപയോഗിക്കുന്ന ശൈലിയിലേക്ക് വരണം. ഇതെല്ലാം ശ്രദ്ധിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അഫ്ളലായ ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? സയ്യിദു ആയിൽ ഖുർആൻ. ഖുർആനിൻ്റെ 6000 ചില്ലറ ആയത്തുകളുടെ ലീഡർഷിപ്പ് അള്ളാഹു കൊടുത്തിരിക്കുന്ന ആയത്ത് പരിശുദ്ധമായ ആയത്തുൽ കുർസിയാണ്. ഈ ആയത്തുൽ കുർസി കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഇപ്പോൾ ഈ നിന്ന നിൽപ്പിൽ നിങ്ങളോടൊരു 100 മഹത്വം ആയത്തുൽ കുർസിയുടെ പറയാൻ പറ്റും, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, തഅജ്ജുബായി പോകും. ഈ ആയത്തുൽ കുർസി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പാരായണം ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. കല്ലുപ്പ് എടുക്കുക. കല്ലുപ്പ് നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ലത്, ശരീരത്തിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കല്ലുപ്പ് തന്നെയാണ്. കല്ലുപ്പ് എടുക്കുക. കല്ലുപ്പ് ഒരു 7 വെളുത്ത 7 എണ്ണം എണ്ണിയെടുക്കുക. 7 കല്ല് ഉപ്പ് കല്ലെടുക്കുക. എടുത്തിട്ട് ഓരോ ഉപ്പ് കല്ലുപ്പിലേക്കും നമ്മൾ എന്ത് ചെയ്യുക? 7 ആയത്ത് കുർസി, ബിസ്മി ഉൾപ്പെടെ, ബിസ്മിയുള്ള ആയത്ത് കുർസി, അങ്ങനെ 7 ആയത്ത് കുർസി ഓതിയിട്ട് ഒരു കല്ലുപ്പിൽ നമ്മൾ ഇസ്ഫി എന്ന് പറഞ്ഞ് ഓതി മന്ത്രിക്കുക. അടുത്ത കല്ലുപ്പിലും അങ്ങനെ 7 എണ്ണവും ഓരോന്നിലും 7 വീതം ഓതി മന്ത്രിച്ച് നല്ല ഒരു പാത്രത്തിൽ, ഒരു ഡപ്പയിൽ നമ്മൾ അടച്ചു വെക്കുക. എന്നിട്ട് ഓരോ ദിവസവും ബിസ്മി ചൊല്ലിക്കൊണ്ട് അൽഹംദുലില്ലാ, നമുക്ക് വെറും വയറ്റിലോ അല്ലാതെയോ എപ്പോഴാണോ പറ്റുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ട് വായിലിട്ട് നുണഞ്ഞ് ചുമ്മാ വിഴുങ്ങല്ല, നുണഞ്ഞ് അൽഹംദുലില്ലാ ഇറക്കുക.
അങ്ങനെ 7 ദിവസം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു റെമഡി ഉപയോഗപ്പെടുത്തിയാൽ ആദ്യം തന്നെ ഓതിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കുക പാത്രത്തിൽ. എന്നിട്ട് ഓരോന്നും ബിസ്മി ചൊല്ലി വായിലിട്ട് നുണഞ്ഞിറക്കുക. അത്ഭുതകരമായ കഫസംബന്ധമായ പ്രയാസങ്ങൾ മാറും. ഈ ആയത്തുൽ കുർസി ഉപ്പിലേക്ക് ചേർന്നുകൊണ്ട്, ഇപ്പോൾ തന്നെ ഭയങ്കര പവറാണല്ലോ, ഉപ്പിലേക്ക് ചേർന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അതല്ലാത്ത വേറെയും രോഗങ്ങൾ നമ്മളറിയാതെ മാറിപ്പോകും. അപ്പോൾ ഏറ്റവും നല്ല ഒരു കഫസംബന്ധമായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പറ്റുന്നൊരു ചികിത്സയാണ്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ശ്വാസം മുട്ടിലേക്ക് വന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ കടകടാന്ന് പിന്നെ ശരീരത്തിന് ഓരോ തുമ്മലും, സാധാരണ തുമ്മൽ ഒന്ന് അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്, ബറക്കത്താണ്, ശരീരത്തിൻ്റെ ആരോഗ്യമാണ്. 2 ബറക്കത്താണ്. 3 കുഴപ്പമില്ല. 3 വിട്ട് തുമ്മൽ പോയാൽ അത് ജലദോഷമാണ്, കഫസംബന്ധമായ രോഗമാണെന്നാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ വളരെ ഫിറ്റാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അത്തരം പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി നമ്മൾ തേൻ ചെറിയ ചൂടുവെള്ളത്തിൽ ചേർത്ത് ഒരല്പ ചൂട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം നോക്കണം. പിന്നെ നമ്മൾ കൂടുതൽ പൊടി സംബന്ധമായ പ്രയാസങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അത്തരം പ്രയാസങ്ങൾ കൂടുതലുണ്ടാകും. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. അപ്പോൾ അൽഹംദുലില്ലാ, കഫസംബന്ധമായ അലർജി, തുമ്മൽ, കഫക്കെട്ട്, ചുമ, ഈ മുഴുവൻ രോഗങ്ങളുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ ആയത്ത് കുറിച്ച് കൊണ്ടുള്ള ചികിത്സ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി ക്ലാസ് നമ്മൾ കേൾക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, നമ്മൾ കേട്ട് നമ്മൾ അറിഞ്ഞു നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. കാരണം എന്താ, ഒരുപാട് പേര് ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും, നിത്യം പ്രയാസപ്പെടുന്നവരുണ്ട്, ഇടയ്ക്കിടെ പ്രയാസപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റെമഡിയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത്ഭുതകരമായ ആയത്തും അതിൻ്റെ ശിഫാവുമാണ്, അതിൻ്റെ രീതിയുമാണ് പറഞ്ഞിട്ടുള്ളത്. പരമാവധി ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നിങ്ങളോട് പറയുകയാണ്, ഈ ചാനൽ ആരെങ്കിലും ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം, ഓൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത്തരം നല്ല വിജ്ഞാനങ്ങൾ, സുന്ദരമായ വിജ്ഞാനങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഫോണിൽ വരും. എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഈ ക്ലാസ് പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളോട് ഒരു കണ്ടീഷൻ പറയുകയാണ്, ക്ലാസ് കേട്ടതുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ്, എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം. അൽഹംദുലില്ലാ, എന്താ കാരണം എന്നറിയോ, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുമ്പോൾ ഈ ക്ലാസ് ഒരുപാട് പേരിലേക്ക് സ്പ്രെഡായി പോകും, ഒരുപാട് പേർക്ക് കിട്ടും. പിന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതല്ലാതെ പോകുന്നത് എല്ലാ ഫലങ്ങളും കിട്ടും. മാക്സിമം ഉപയോഗപ്പെടുത്തണം. അൽഹംദുലില്ലാ, അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറങ്ങുവട്ടമായി ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.